Welcome to Learning Now. നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് MCQs ആണ്. Question number 1. What is SAS? SAS എന്താണെന്നാണ് നമ്മൾ ചോദിച്ചിരിക്കുന്നത്. Option A, Series Attached SCSI. Option B, Serial Attachable SCSI. Option C, Serial Attached SCSI. Option D, none of these. അപ്പോൾ SAS എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. So the beginning of the theory of that particular topic നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു. SAS എന്താണെന്നുള്ളത്. ഇറ്റ് ഈസ് സീരിയൽ അറ്റാച്ച്ഡ് SCSI. എന്താണ്? സീരിയൽ അറ്റാച്ച്ഡ് SCSI ആണ്. SCSI എന്ന് പറയുന്നത് എന്താണ്? സ്മോൾ കമ്പ്യൂട്ടർ സിസ്റ്റം ഇൻ്റർഫേസ്. സ്മോൾ കമ്പ്യൂട്ടർ സിസ്റ്റം ഇൻ്റർഫേസ് എന്നാണ് എന്താണ് SCSI എന്ന് നമ്മൾ പറയുന്നത്. അപ്പോൾ ടുഗെദർ SAS എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സീരിയൽ അറ്റാച്ച്ഡ് സ്മോൾ കമ്പ്യൂട്ടർ സിസ്റ്റം ഇൻ്റർഫേസ്. ടുഗെദർ നമ്മൾ എന്താ പറയുക? ഇത് സ്മോൾ കമ്പ്യൂട്ടർ സിസ്റ്റം ഇൻ്റർഫേസ്. അതിനെയാണ് നമ്മൾ എന്ത് പറയുക? സീരിയൽ അറ്റാച്ച്ഡ് സ്മോൾ കമ്പ്യൂട്ടർ സിസ്റ്റം ഇൻ്റർഫേസ്. അതിനെയാണ് നമ്മൾ എന്ത് പറയുക? SAS എന്ന് പറയുക. ജനറലി ഇതിന് ഫുൾ ഫോം ചോദിച്ചു കഴിഞ്ഞാൽ ഇത്രയും ചോദിക്കാറുള്ളൂ. സീരിയൽ അറ്റാച്ച്ഡ് SCSI ആണോ എന്ന് നമ്മൾ ചോദിക്കാറുള്ളൂ. അതിൻ്റെ കറക്റ്റ് ആയിട്ടുള്ള അബ്രിവേഷൻ എന്താണ്? ഫുൾ ഫോം എന്താ ചോദിച്ചു കഴിഞ്ഞാൽ സീരിയൽ അറ്റാച്ച്ഡ് സ്മോൾ കമ്പ്യൂട്ടർ സിസ്റ്റം ഇൻ്റർഫേസ് എന്ന് പറയണം. Next question. Expandability of SAS is to connect dash number of devices. ഈ പറയുന്ന SAS-ൽ എത്ര നമ്പർ ഓഫ് ഡിവൈസസ് വരെ കണക്ട് ചെയ്യാവുന്ന എക്സ്പാൻഡബിലിറ്റി ഉണ്ട് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ 16,400 ഡിവൈസസ്. ഓപ്ഷൻ ബി 16,384 ഡിവൈസസ്. Option C 17,384 devices and option D is 18,884 devices. ഇതിൽ എത്ര ഡിവൈസസ് ആണ് നമുക്ക് SAS യൂസ് ചെയ്തിട്ട് നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റുക? അതിൻ്റെ എക്സ്റ്റെൻഡബിലിറ്റി എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി 16,384 devices can be connected എന്നാണ് നമ്മുടെ ആൻസർ. ഓക്കെ, കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി 16,384 ആണ്. ഇനി question number 3. Which of the following is false? തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റ്സിൽ ഏത് സ്റ്റേറ്റ്മെൻ്റ് ആണ് false എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ SAS and SATA devices cannot be connected in the same system. Option B, SAS is a point-to-point protocol. Option C, expanders are used to connect multiple devices and option D is none of the mentioned. ഈ പറയുന്ന ഒന്നും തന്നെ ഇതിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ്സ് അല്ല എന്നാണ് പറയുന്നത്. ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ. ദാറ്റ് ഈ പറയുന്നതിൽ സ്റ്റേറ്റ്മെൻറ്റ് ഫോൾസ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ SAS-ഉം അതുപോലെ തന്നെ SATA ഡിവൈസസും നമുക്ക് ഒരുമിച്ച് നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ്. അതെന്ന് പറയുന്നത് റോങ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ്. സോ ദി ഫോൾസ് സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് ഓപ്ഷൻ എ, SAS and SATA devices cannot be connected in the same system. ഇനി question number 4. Which of the following protocol has സ്ലോവസ്റ്റ് സ്പീഡ്? തന്നിരിക്കുന്ന പ്രോട്ടോകോൾസിൽ ഏറ്റവും സ്ലോവസ്റ്റ് സ്പീഡ് ആയിട്ടുള്ളത് ഏത് പ്രോട്ടോകോളിനാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ SATA, ഓപ്ഷൻ ബി SAS, ഓപ്ഷൻ സി FCAL ആൻഡ് ഓപ്ഷൻ ഡി ഓൾ ഓഫ് ദി മെൻഷൻഡ്. SATA എന്താണ്, SAS എന്താണെന്നുള്ളതും നിങ്ങൾക്ക് അറിയാമായിരിക്കും. സോ ഇവിടെ നമുക്ക് അറിയാതിരിക്കാനുള്ള ഒരു ചാൻസ് FCAL എന്ന് മാത്രമേ ഉള്ളൂ. FCAL എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫൈബർ ചാനൽ ആർബിട്രേറ്റഡ് ലൂപ്പ് എന്നുള്ളതാണ്. എന്ത്? FCAL, ഫൈബർ ചാനൽ ആർബിട്രേറ്റഡ് ലൂപ്പ്. അതാണോ അതോ ഓൾ ഓഫ് ദി മെൻഷൻഡ് എല്ലാം തന്നെ സ്ലോ സ്പീഡഡ് ആണോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ SATA ആണ് കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത്. ബാക്കിയെല്ലാം തന്നെ അത്യാവശ്യം നല്ല ഹൈ സ്പീഡ് പ്രൊവൈഡ് ചെയ്യുന്ന പ്രോട്ടോകോളാണ്. SATA മാത്രമാണ് കുറച്ച് കമ്പാരിറ്റീവ്ലി വെരി സ്ലോ എന്ന് പറയുന്നത് കേട്ടോ. ഇനി ക്വസ്റ്റ്യൻ നമ്പർ 5. What is the bus architecture used by SATA? SATA യൂസ് ചെയ്തിട്ടുള്ള ഏത് കൈൻഡ് ഓഫ് ബസ് ആർക്കിടെക്ചർ ആണെന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ പാരലൽ, ഓപ്ഷൻ ബി സീരിയൽ, ഓപ്ഷൻ സി ഡിപ്പെൻഡ്സ് ഓൺ ദ ചിപ്സെറ്റ് ദാറ്റ് ആർ ബീങ് യൂസ്ഡ്, ഓപ്ഷൻ ഡി നൺ ഓഫ് ദി മെൻഷൻഡ്. ഇതിൽ ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, സോ ഏത് കൈൻഡ് ഓഫ് ബസ് ആർക്കിടെക്ചർ ആണ് SATA യൂസ് ചെയ്യുന്നത് എന്നുള്ളതാണ്. നമ്മൾ SATA എന്ന് പറഞ്ഞാൽ എന്താണ്? സീരിയൽ ATA ആണ്. അതുകൊണ്ട് തന്നെ എന്താണ് SATA എന്ന് പറയുന്നത് സീരിയൽ ആയിട്ടായിരിക്കും എന്തുണ്ടാവുക, ഇവിടെ കമ്മ്യൂണിക്കേഷൻ നടക്കുന്നുണ്ടാവും. സോ ദ ബസ് ആർക്കിടെക്ചർ എന്ന് പറയുന്നത് എന്തായിരിക്കും? സീരിയൽ ആയിരിക്കും. ഇനി
വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് ഫാസ്റ്റർ? SAS ആണോ SATA ആണോ? തന്നിരിക്കുന്ന ഓപ്ഷനിൽ ഏതാണ് ഫാസ്റ്റർ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. SAS ആണോ SATA ആണോ? കമ്പാരിറ്റീവ്ലി ഫാസ്റ്റർ ഇസ് SAS. നമ്മൾ പറഞ്ഞു SAS ആണ് കുറച്ചും കൂടി ഫാസ്റ്റർ, അല്ലെങ്കിൽ വിച്ച് ഇസ് ഗുഡ് ആസ് ഇറ്റ് ഇസ് കമ്പയർഡ് ടു SATA. SATA എന്ന് പറയുന്നത് ബാഡ് ആണെന്നല്ല, ബട്ട് കമ്പയർഡ് ടു SAS അതിനുള്ള ഫങ്ഷനാലിറ്റീസ് അല്ലെങ്കിൽ അതിനുള്ള അല്ലെങ്കിൽ അതിനുള്ള ആ ഓവറോൾ പെർഫോമൻസ് എന്ന് പറയുന്നത് എന്താണ്? കമ്പാരിറ്റീവ്ലി SATA ലോ ആണ്. ഓക്കെ, അതുകൊണ്ട് ഇവിടെ ഫാസ്റ്റർ എന്ന് പറയുന്നത് ഏതാണ്? SAS ആണ് കേട്ടോ. ക്വസ്റ്റ്യൻ നമ്പർ 7. ഡാഷ് ഈസ് ദി ബെസ്റ്റ് ഓപ്ഷൻ ടു റൺ സ്റ്റോറേജ് ഇൻറ്റൻസീവ് വർക്ക് ഫ്ലോസ്. അതായത് സ്റ്റോറേജ് ഇൻറ്റൻസീവ് വർക്ക് ഫ്ലോ നമുക്ക് റൺ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യാവുന്ന ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ SAS, ഓപ്ഷൻ ബി SATA, ഓപ്ഷൻ സി NVM ആൻഡ് ഓപ്ഷൻ ഡി നൺ. ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് വിച്ച് ഇസ് സിമ്പിൾ, NVM ആണ്. എന്താ ഈ പറയുന്നത്? NVM ഈസ് ദി ബെസ്റ്റ് ഓപ്ഷൻ ടു റൺ സ്റ്റോറേജ് ഇൻറ്റൻസീവ് വർക്ക് ഫ്ലോസ്. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, NVM സ്റ്റാൻഡ്സ് ഫോർ എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. Option A, non-volatile memory extension, and next one in non-volatile memory express. Option C, new volatile memory express, and option D is none of this. ഈ NVMe എന്ന് പറയുന്നതിൻ്റെ ഫുൾ ഫോം എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് non-volatile memory express ആണ്. Okay, NVM stands for non-volatile memory express ആണ്. So NVMe stands for non-volatile memory express. Hope you understood the videos and you know നിങ്ങൾ MCQs കേട്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് ആൻസർ കിട്ടിയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. Thank you.